സാറ് ഒരു ചാനലിൽ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്നുണ്ട്. അവരെ എപ്പോഴും നരേന്ദ്രമോദിയും BJP യും വിമർശിക്കുന്നത് കാണാം. പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചർച്ചയിൽ 6 പേരെ, ഉമ്മ ഉൾപ്പെടെയുള്ള 6 പേരെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും അതിൽ 5 പേരെ ചുറ്റിയോ കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയും ചെയ്ത അഫാൻ എന്ന് പറയുന്ന 23-കാരനായ കൊടും ക്രിമിനൽ. അയാളുടെ പേരാണ് ചില മാധ്യമങ്ങൾക്ക് പ്രശ്നം. ഒരു ദിനപത്രം അയാൾക്ക് ഭീകര പരിശീലനം കിട്ടി എന്നെഴുതി. അത് ജന്മഭൂമിയാണ് ആ ഒരു പത്രം അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അഫാൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് ചോര തിളയ്ക്കും, മോദി എന്ന് പറയുമ്പോൾ ഇവർക്ക് ശത്രുതയും തോന്നും. എന്താ ഇതിന്റെ കാരണം? അല്ല, അങ്ങനെ നല്ല സാധ്യതയുണ്ട്. കാരണം അത് ഒരു തരത്തിൽ ഞരമ്പ് രോഗമാണത്. കാരണം ഇപ്പം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പേര് കേൾക്കുന്ന സമയത്ത്, യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന സമയത്ത്, അമിത്ഷാ എന്ന് പറയുന്ന സമയത്ത് ഒക്കെ ചിലർ വല്ലാണ്ട് ചോര തിളയ്ക്കാറുണ്ട്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലുള്ള പഴയ കാലത്തെ അത്തരം തന്നെയാണ്. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ആരെങ്കിലുമൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ചോര തിളയ്ക്കും, ദേഷ്യം കൊണ്ട് ഇവർക്ക് വീർപ്പ് മുട്ടിപ്പോവും. മറിച്ച് ഇവർക്ക് ചില പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ഇപ്പം നേരത്തെ അഫാന്റെ പേര് തന്നെ പറഞ്ഞാലേ, ഈ അഫാൻ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ നമ്മളാരും തിരക്കിയിട്ടില്ല. അയാൾ കൊന്ന ആളെ കുറിച്ച് തിരക്കിയിട്ടില്ല. ആദ്യ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന വാർത്ത അവന്റെ അമ്മയെയും മുത്തശ്ശിയെയും വെട്ടിക്കൊന്നു എന്നാ വാർത്ത വന്നേ. ആരെ മുത്തശ്ശി എന്ന് പറഞ്ഞ പദപ്രയോഗം നടത്തുകാരാ? ഹിന്ദുക്കളാണോ നടത്തുക? അല്ലാണ്ട് വേറെ ആരും നടത്താറില്ലല്ലോ. മുസ്ലിം സമുദായങ്ങളാണെങ്കിൽ അമ്മയെ വിളിക്കുന്നു ഉമ്മ എന്നാണ് വിളിക്കുക, അമ്മയുടെ അമ്മയെ വിളിക്കുന്നു ഉമ്മുമ്മ എന്നാണ് വിളിക്കുക. അങ്ങനെയാണല്ലോ വിളിക്കുക, അല്ലെങ്കിൽ ബാപ്പ എന്നാണ് വിളിക്കുക. ഇത് എല്ലാ പത്രങ്ങളിലും വാർത്ത വന്ന സമയത്ത് അച്ഛൻ ആയിട്ട് വന്നു, അമ്മയായിട്ട് വന്നു, അനുജനായിട്ട് വന്നു, അല്ലെങ്കിൽ അമ്മുമ്മയായിട്ട് വന്നു. ഇവിടെ ആരും എതിരൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു ചാനലുകാരും പറഞ്ഞില്ല. ഈ സമയത്തൊക്കെ ഇവര് ജാതിയും മതവും നോക്കിക്കൊണ്ട് തീവ്രവാദ സ്വഭാവമുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്ന ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരാണ്. കാരണം ആ അടുപ്പുകൂട്ടി ചർച്ചക്കാർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം അതിനകത്ത് ഇരിക്കുന്ന ആളുകളുടെ ഒക്കെ നമ്മളൊരു ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. കൃത്യമായിട്ട് ലക്ഷ്യങ്ങളുണ്ട്. ഇവരൊക്കെ ആർക്കോ വേണ്ടിയിട്ട് തിളയ്ക്കുന്ന സാമ്പാറുകളാണ്. കാരണം ഇവർക്ക് തിളയ്ക്കുന്നത് ഈ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന ചില വർത്തമാനങ്ങളാണ്. അതിൽ പറയുന്ന ആളുകൾ ആരെങ്കിലും അവർക്ക് ഇതിനോട് സത്യത്തിൽ പ്രതിബദ്ധതയുണ്ടോ? ഈ പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ തീവ്രവാദ സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ സഹോദരനെ കൊന്നിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ഉമ്മയെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഇവൻ പ്രണയിച്ച് പെൺകുട്ടിയെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഇവൻ്റെ ബന്ധുക്കളായിരിക്കുന്ന 2 പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഇവനിൽ എന്തോ ക്രിമിനൽ സ്വഭാവമുണ്ട്. ഇല്ലെന്നിങ്ങനെ പറയാൻ സാധിക്കുക? അതിനകത്ത് അതിന് ജാതിയോ മതമോ ബന്ധമോ നോക്കുന്നതിൽ അർത്ഥമില്ല. ഈ പറയുന്ന ചെറുപ്പക്കാരനുള്ള വികാരം അത് ക്രിമിനലിൻ്റെ സ്വഭാവമാണ്. ആ ക്രിമിനൽ സ്വഭാവത്തെ തന്നെ തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചില ബന്ധുക്കളാണ്, കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന തെറ്റുകൾ തെറ്റല്ലെന്ന് പറയാൻ വേണ്ടി പരിശ്രമിച്ചാലുണ്ടാവുന്ന പ്രശ്നം അവർ കൊടുങ്കുറ്റവാളികളാവും. ഇപ്പം നാളെ ഒരുപക്ഷെ എനിക്കറിയില്ല, അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്കറിയില്ല. വേണ്ടി ശിക്ഷിക്കപ്പെടാതിരിക്കാം. നാളെ വേണമെങ്കിൽ പുറത്തു വരാം. ആ പുറത്തു വരുന്ന സമയത്ത് ഇവൻ്റെ ഒരു കൊടും കുറ്റവാളിയായിക്കൊണ്ട് PFIയുടെ ലിസ്റ്റിലേക്ക്, സിമിയുടെ ലിസ്റ്റിലേക്ക്, അല്ലെങ്കിൽ അൽഖ്വയ്ദയുടെ ലിസ്റ്റിലേക്ക് ഇവൻ പോകണമോ വേണ്ടതെന്ന് തീരുമാനിക്കുക ഈ തരത്തിൽ അടുപ്പൂട്ടി ചർച്ചക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇവരെ അത്തരത്തിൽ വിടാമോ? ഈ പറയുന്ന ചെറുപ്പക്കാരൻ അങ്ങനെ വിടാമോ? അവൻ യഥാർത്ഥമായിട്ട് അവൻ്റെ ഒരു നല്ല കുട്ടിയായിട്ട് തന്നെ വളരാനുള്ള സാഹചര്യം സംജാതമാക്കേണ്ടതല്ലേ? അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണണം. അവനെ തെറ്റാണെന്ന് തന്നെ പറഞ്ഞതിനെ ബോധ്യപ്പെടുത്തണം. അതിനകത്ത് മതം നോക്കേണ്ട ആവശ്യമില്ല, അവൻ്റെ ജാതി നോക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ ജാതിയും മതവും എല്ലാം കണ്ടുപിടിച്ച് അതിൻ്റെ പേരിലാണ് അവൻ ആളുകൾ ക്രൂശിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരും ശരിക്ക് ഈ 5 പേരെ കൊന്ന കേസിനകത്ത് പ്രതികളും ഈ അടുപ്പൂട്ടി ചർച്ചക്കാരുകൂടിയാണ്. അവരും കൂടി പ്രതികളാണ്. അവരുടെ ലക്ഷ്യം ഇതിനകത്ത് യഥാർത്ഥമായിട്ടുള്ള പ്രതിയെ സംരക്ഷിക്കലാണ്. അങ്ങനെ പാടുണ്ടോ? ഒരു മാധ്യമപ്രവർത്തനത്തിന് ചേർന്നതാണോ ശരിക്കത്? ഒരുപക്ഷെ മീഡിയ വണ്ണിനെ സംബന്ധിച്ച് സാധിക്കുകയായിരിക്കാം. കാരണം അവരാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അവരൊരുപക്ഷെ ഇനി അൽഖ്വയ്ദയ്ക്ക് വേണ്ടിയിട്ടാണോ IS വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ആണെന്നോ അല്ലെന്നോ രണ്ടും പറയാൻ ഞാൻ ആളല്ല. ഏതാണെങ്കിലും അവർ പലപ്പോഴും കേൾക്കുന്ന സമയത്ത് ജാതി നോക്കി മതം നോക്കി മാത്രം സംസാരിക്കുന്നൊരു പ്രകൃതം കാണുന്നുണ്ട്. ആ പ്രകൃതം ഒരിക്കലും അഫാൻ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരെ രക്ഷിക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ, ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ കർഷകർക്കാണെങ്കിലും ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ ഒരുപാട് വലിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് പോലും വലിയ പ്രയോജനങ്ങൾ മുദ്രാ ലോൺ വഴിയൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ വികസനങ്ങളൊക്കെ പറയാൻ പ്രത്യേകിച്ച് ഇവർക്ക് വലിയ മടിയാണ്. പക്ഷേ ബംഗ്ലാദേശിൽ ഹസീന, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഹസീന ബംഗ്ലാദേശിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ഇവർ പറഞ്ഞത് ഏകാധിപതികളുടെ
അവസാന ഇങ്ങനെ ആയിരിക്കും. അത് മോദിയെ ചേർത്താണ്. മോദി ഒരു ഏകാധിപതിയാണ്. ആ ഏകാധിപതിയായ മോദിയുടെ അവസ്ഥയും ഇത് തന്നെയാകും എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട്, ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നുകൊണ്ട്, ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ഇന്ത്യയെ എഴുത്തി പറയുന്ന ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് ഒരാൾ കേസെടുക്കാൻ? മാധ്യമമായതുകൊണ്ട് എന്തും വിളിച്ചു പറയാം. PC ജോർജ് ഒരു ചാനൽ ചർച്ചയിലിരുന്ന് എന്തോ ഒരു വാക്ക് പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തവർ, ഇവർക്കെതിരെ ഇത്രയും വർഗീയമായ കാര്യങ്ങൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് ഇവർക്കെതിരെ ആരും ഒരു കേസ് പോലും കൊടുക്കാൻ തയ്യാറാകാത്തത്? അല്ല, അതിന് കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും അതേപോലെ തന്നെ ഏറ്റവും ദൂഷ്യവശവും രണ്ടും കൂടി ചേർന്നാണ് ശരിക്കത്. ഞാൻ സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കാൻ കാരണം, നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് നരേന്ദ്രമോദി വിമർശിക്കാം, നിങ്ങൾക്ക് ദ്രൗപദി മുർമുവിനെ വിമർശിക്കാം, നിങ്ങൾക്ക് RSSനെ വിമർശിക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് കയറിയാണ്. വിമർശിക്കാം, വിമർശനം അതിര് കടക്കാൻ പാടുണ്ടോ? ഇപ്പോൾ ഇവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദാനിയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ വിരുദ്ധത പറയുന്നവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കാൻ ഒരു സർക്കാരുകൾ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല? നിങ്ങൾ ഇപ്പം എന്തെങ്കിലും പറയാന്നുള്ളതിനകത്ത് വേറൊന്നുകൂടി ധരിക്കണം. നമ്മൾ സാധാരണ പറയുന്ന അല്ലല്ലോ, ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുന്ന സമയത്ത്, സമനില തെറ്റുന്ന സമയത്ത് പറയുക. സമനില തെറ്റി കഴിഞ്ഞാൽ ഏത് വാക്കുവേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം എനിക്ക് ഒരു ബോധമില്ലാന്നിരിക്കട്ടെ, ഞാൻ മയക്കുമരുന്ന് കഴിച്ചിട്ട് എൻ്റെ എല്ലാ സ്ഥിരബുദ്ധിയും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗം നരേന്ദ്രമോദി അത്തരത്തിൽ വാക്കുകൾ ഞാൻ ഉപയോഗിക്കും, അദാനിയുടെ മോദി എന്നൊക്കെ ഞാൻ ഉപയോഗിക്കും. അത് സമനിലയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സമനിലയില്ലാത്തൊരു കുറ്റപ്പെടുത്താൻ പറ്റില്ല. സമനില ഉണ്ടാകുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സവിശേഷത ഇവർക്ക് സമനില കൈവരുത്തലാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമനില ഇവർക്ക് കൈവന്നാൽ ഇവർക്ക് ഇപ്പം ഇവരെ പോലെ തന്നെ മുസ്ലിം നാമധാരിയായിരുന്നല്ലോ MC ചെഗ്ല, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരിലുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം എന്താ പറഞ്ഞേ? ഹിന്ദു മുസ്ലിം എന്ന് അദ്ദേഹം പറഞ്ഞേ. അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡൽഹിയിലെ ഇമാം അവിടെ മക്കയിൽ പോയ സമയത്ത് അദ്ദേഹത്തെ പറഞ്ഞത് ഇന്ത്യൻ ഹിന്ദു മുസ്ലിം എന്ന് അദ്ദേഹത്തെ പറഞ്ഞേ. ഇതൊക്കെ പറയുന്ന സമയത്ത് ഇവർക്കാർക്കും വിഷമമില്ല. ഇത് വിഷമം വരുന്നത് നമ്മുടെ അടുപ്പൂട്ടി ചർച്ചയിൽ വരുന്ന ചില ആളുകൾക്ക് മാത്രമാണ് വരിക. അവർക്ക് വരാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്, ആശയപരമായിട്ടുള്ള പ്രശ്നമേ അല്ല, ആദർശപരമായിരിക്കുന്ന പ്രശ്നമേ അല്ല, ആമാശയത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം അതിന് കിട്ടാവുന്ന നക്കാപ്പിച്ച കിട്ടുന്ന സമയത്ത് അവരതിനു വേണ്ടിയിട്ട് ഏത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കും. അപ്പം അവർക്ക് തോന്നും നരേന്ദ്രമോദി. അപ്പം നരേന്ദ്രമോദിയുടെ കൃത്യമായിട്ട് ഇവർ നേരത്തെ ഇവരൊന്ന് മനസ്സിലാക്കേണ്ടതല്ലേ, നരേന്ദ്രമോദിയെക്കുറിച്ചിട്ട് കഴിഞ്ഞ 10-11 വർഷക്കാലം അദ്ദേഹം ഇന്ത്യ ഭരിച്ചു. അദ്ദേഹം ഗുജറാത്ത് നിരവധി വർഷങ്ങൾ ഭരിച്ചു. ഒരു പ്രാവശ്യമെങ്കിലും ഒരു അഴിമതി ആരോപണം മീഡിയ വൺ ചർച്ചയോ അടുപ്പൂട്ടി ചർച്ചക്കാർക്കോ ഉന്നയിക്കാനുണ്ടോ? ഒരു അഴിമതി ആരോപണം. മറിച്ച് എല്ലാവരും സംബന്ധിച്ചുണ്ടല്ലോ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ട് ആധുനിക കാലത്തുണ്ടായിട്ടുള്ള പ്രധാനമന്ത്രിമാർ, മൻമോഹൻ സിംഗ് അവരുള്ളവർ, അവരെക്കുറിച്ച് അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ളവരെ കുറിച്ച് ആരോപണങ്ങളുണ്ട്. ഇതാരെക്കുറിച്ചും ഇല്ലല്ലോ. ഇവിടുത്തെ മന്ത്രിസഭയെക്കുറിച്ചില്ല, BJP നേതാക്കന്മാരെ കുറിച്ചില്ല. ആദ്യകാലത്തേക്ക് BJPയുടെ നേതാക്കന്മാരുടെ അഴിമതിയെക്കുറിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്നിരുന്ന ചില മാധ്യമപ്രവർത്തകരൊക്കെ ഇപ്പോൾ BJPയുടെ പോലും പിന്തുണക്കാരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത്രയും ചില വലിയൊരു മാറ്റങ്ങൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇവർക്ക് പറയാനായിട്ടൊന്നുമില്ല. ഇന്ത്യ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നു, ഇന്ത്യ രാജ്യരക്ഷാ രംഗത്ത് വളരെ മുന്നോക്കം നിൽക്കുന്നു, ആരോഗ്യരംഗത്ത് ഇന്ത്യക്ക് മോശമല്ലാത്തൊരവസ്ഥ നിലവിലുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ മറ്റുള്ളവരായിട്ട് ഒരു മത്സരിക്കാവുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മേലെയായിട്ടുള്ളൊരു നിലയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ സാധ്യതകൾ അനന്തമാണ് എന്നുള്ള തിരിച്ചറിവ് ഇവരെ സംബന്ധിച്ചുണ്ട്. ആ തിരിച്ചറിവ് ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന സമയത്താണ് ഇവർ പിന്നെ എന്താ പറയുക, പിന്നെ ഇവർക്ക് പറയാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഒരു സിനിമയിൽ പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല എന്നുള്ള കമൻ്റില്ലേ, ആ കമൻറ്റുകൾ തിരിച്ച് ഇവർ സ്ഥിരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതേതാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാനും സാധ്യതയില്ല. കാരണം ഇവരാരും മാധ്യമപ്രവർത്തകരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവർക്ക് എവിടെ നിന്നാണ് ഇവരുടെ മാധ്യമ പ്രവർത്തന പാരമ്പര്യം എവിടെ നിന്നാണ്? ഇവർക്ക് എവിടെ നിന്നാണ് മാധ്യമപ്രവർത്തനം? ഇവരെവിടെ നിന്നാണ് ഇവർ പഠിച്ചത്? മാധ്യമപ്രവർത്തനം ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ആ തരത്തിൽ കോൺട്രിബ്യൂഷൻ ഇവരുടെ ഇല്ലല്ലോ. ഇപ്പം നമ്മൾ എണ്ണപ്പെട്ട അരുൺ ഷൗരി പോലുള്ള ആളുകളുടെ അവരുടെ മാധ്യമപ്രവർത്തനത്തിന് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എണ്ണപ്പെട്ട ചില പുസ്തകങ്ങളൊക്കെ എഴുതി. ദ എമിനന്റ് ഹിസ്റ്റോറിയൻസ്, ദെയർ ടെക്നിക്സ്, ദെയർ എന്താ പറയുക എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹം എഴുതിയത് അങ്ങനെയാണ്. ഇപ്പം ഇവരെ സംബന്ധിച്ച് ആ തരത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ ഇവർക്കില്ല. ഇവരുടെ ആകെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് ദിവസത്തെ പത്രം നോക്കുക, ആ പത്രം എങ്ങനെ നരേന്ദ്രമോദിക്കെതിരായിട്ട് പറയാൻ വേണ്ടി സാധിക്കുമെന്ന് ഒന്ന് ആലോചിക്കുക, അത് പറയുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു തരത്തിലുള്ള പത്രപ്രവർത്തന സ്വഭാവം ഇവരെ സംബന്ധിച്ചില്ല. അപ്പോൾ ഇത് കേൾക്കാൻ ഇവർക്ക് ചില ആളുകളുണ്ട്. സാർ ഒരുപാട് വർഷമായിട്ട് ഈ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരാളല്ലേ.
ഒരു ഒരു സാധാരണ മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് വലിയ വർഷത്തെ പരിചയമൊന്നുമില്ല. സത്യത്തിൽ ഈ BJP എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന സ്വയം സേവക സംഘം വെറുപ്പിന്റെ ഫാക്ടറിയാണ്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കടയാണോ അത്? അല്ലാതെ കടയിൽ കയറാത്തവർ ധരിക്കുന്ന അവിടെ വെറുപ്പാണ് കിട്ടുക എന്നാണ്. നിങ്ങൾ ഒരു വട്ടം കടയിലൊന്ന് കയറി നോക്കണം. ആ കടയിൽ കയറി നോക്കിയിട്ട് അവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ അവിടെ കിട്ടുക, അവിടെ സ്നേഹത്തിൻ്റെതാണോ, അവിടെ പരസ്പര സാഹോദര്യത്തിൻ്റെതാണോ, അവിടെ രാജ്യസ്നേഹത്തിൻ്റെതാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഈ രാജ്യസ്നേഹം വെറുപ്പാണെന്ന് ധരിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെ ധരിക്കട്ടോ, അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഈ രാജ്യത്ത് എന്തിനു നിങ്ങൾ സ്നേഹിക്കണം? നിങ്ങൾക്ക് പാകിസ്ഥാനെ സ്നേഹിച്ചൂടെ? നിങ്ങൾക്ക് ബംഗ്ലാദേശിനെ സ്നേഹിച്ചൂടെ? നിങ്ങൾക്ക് സൗദി അറേബ്യ സ്നേഹിച്ചൂടെ? നിങ്ങൾ എന്തിന് ഇന്ത്യയെ സ്നേഹിക്കണം? നിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ പാകിസ്ഥാനെ വെറുക്കുകയല്ലേ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്കും ചോദിക്കാം. അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ കണ്ണിൽ കൂടി നോക്കിയാൽ ഇത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത്. ഇവർ നോക്കുന്ന ചൈനയുടെ കണ്ണിൽ കൂടിയാണ് നോക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് ചൈനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് ശരിയാണ്, തെറ്റൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അവർ അഫ്ഗാനിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ ഫണ്ടമെന്റലിസത്തിനെതിരായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ കടയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറുപ്പിൻ്റെതാണെന്ന് ഇവർ ചോദിച്ചാൽ, ഇവർ മാത്രമൊന്നുമല്ലല്ലോ, ഇവിടുന്ന് ഈ പഠിക്കുന്ന ഇറങ്ങിപ്പോയിട്ട് ചില ആളുകളൊക്കെ പറയാൻ കാരണം അവർ പലരും ധരിച്ചത് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചേക്കണ ഇങ്ങനെ ചില സാധനങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് കടയ്ക്കുള്ള സാധനങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണയൊന്നും ഇവരെ പലരെ സംബന്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ധരിക്കുന്നത് ഞങ്ങൾക്ക് വെറുപ്പിൻ്റെ സാധനം വേണം. വെറുപ്പിൻ്റെ സാധനമാണപ്പോൾ ഉള്ളത്. അത് പാകിസ്ഥാന് വെറുപ്പിൻ്റെ സാധനമാണത്, അഫ്ഗാനിസ്ഥാന് വെറുപ്പിൻ്റെ സാധനമാണത്, ഹമാസിന് വെറുപ്പിൻ്റെ സ്ഥാപനമാണത്, അൽ ഖയ്ദയ്ക്ക് വെറുപ്പിൻ്റെ സ്ഥാപനമാണ്. ഇനിയിപ്പോൾ മീഡിയ വേണ്ടതാണെന്ന് എനിക്കറിയില്ല. അവരെല്ലാവരും ഒരേ പാരമ്പര്യമാണെങ്കിൽ അവരെ സംബന്ധിച്ചൊക്കെ ലഭിക്കാനുള്ളത് വെറുപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഈ കടയിലൂടെ ലഭിക്കുക.